കൊല്ലം നിലമേലിലെ ഒരു കുടുംബത്തിലെ രണ്ടുപേരുടെ മരണം ഭക്ഷ്യവിഷബാധയെ തുടർന്നെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചനകൾ. ഫുഡ് സേഫ്റ്റി കമ്മീഷനോട് റിപ്പോർട്ട് തേടിയ ആരോഗ്യമന്ത്രി അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. ഇവർ ഭക്ഷണം കഴിച്ച വീണത്തെ ഹോട്ടൽ പൂട്ടിച്ചു. മരണകാരണം എന്തെന്ന് വ്യക്തമാക്കാൻ ബാക്കി പരിശോധനാ ഫലങ്ങൾ കൂടി വരേണ്ടതുണ്ട്. നിലമേൽ പ്ലാച്ചിയോട് സ്വദേശി റഷീദ ബീവിയുടെ മരുമകൻ ഷാജി എന്നിവരാണ് മരിച്ചത്. റഷീദ ബീവിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മരണം ഭക്ഷ്യവിഷബാധയെ തുടർന്നെന്നാണ് പ്രാഥമിക വിവരം. കൂടുതൽ സ്ഥിരീകരണത്തിനായി പത്തോളജി റിപ്പോർട്ട് കൂടി വരണമെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയാണ് ഷാജിയും കുടുംബവും സുഹൃത്ത് കണ്ണനും ഉൾപ്പെടെ 6 പേർ വിഴിഞ്ഞത്തുള്ള ഹോട്ടലിൽ സീഫുഡ് കഴിക്കാൻ പോയത്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് പിന്നാലെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കഴിച്ചത് കൊഞ്ച്, കണവാത്തോരൻ, മീൻമുട്ട. അത് കഴിഞ്ഞ് വന്ന വഴി ഒരു ഛർദിലും കാര്യങ്ങളൊക്കെ ആയി. മീൻമുട്ട മേടിച്ച്, അപ്പ മേടിച്ച്, പൊറോട്ട മേടിച്ച്. നമുക്കൊന്നും പ്രശ്നമില്ല. അമ്മ വരുമ്പോൾ നെഞ്ച് വേദന എന്ന് പറഞ്ഞു. പിന്നെ വെള്ളം ചോദിച്ച്, അത് ഷാജിക്ക് ആള് തർച്ചിച്ച്. റഷീദ ബീവി, മരുമകൻ ഷാജി എന്നിവർക്ക് അലർജി പ്രശ്നങ്ങളുണ്ട്. അതേസമയം സംഭവത്തിൽ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറോട് റിപ്പോർട്ട് തേടിയതായി മന്ത്രി വീണ ജോർജ് പറഞ്ഞു. രാവിലെ തന്നെ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് അവിടെ എത്തി പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ റിപ്പോർട്ട് വൈകാതെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഷാജിയുടെ ഭാര്യ സിജിമോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ഒപ്പമുണ്ടായിരുന്ന മറ്റുള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.